ഇതിൽ മോളിക്കുലാർ മാസിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ മോളിക്കുലാർ മാസിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ചില എലമെൻസിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. നേരത്തെ ഞാൻ കുറച്ച് എലമെൻസിൻ്റെ എങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തന്നായിരുന്നു. പക്ഷേ ഇനി അത് കൂടി തന്നെയാണ്. അപ്പോൾ അടുത്ത 20 എലമെൻസിൻ്റെ അറ്റോമിക് മാസാണ്. അപ്പോൾ ഇതും എന്തായാലും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇത് പഠിച്ചാലാണ് നമുക്ക് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് മോളിക്കുലാർ മാസും ഫോർമുല മാസും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഈ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കോവാലന്റ് കോമ്പൗണ്ട്സിൽ മാത്രമാണ്. കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ മെറ്റലുകൾ തമ്മിൽ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ആണ് ഈ ഒരു കോവാലന്റ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ കോവാലന്റ് കോമ്പൗണ്ട്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റോമിക് മാസസ് ആഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറ്റോമിക് മാസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. H2O, CO2, NH3, CH4. ഇതെങ്ങനെയാണ് ഈ 18U അതേപോലെ തന്നെ 44U, 17U എന്ന് പറഞ്ഞാൽ എന്താ യൂണിഫൈഡ് മാസ്, ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർമുല മാസിൻ്റെ വ്യത്യാസം എന്താണ് മോളിക്കുലാർ മാസിൽ നിന്നും? ഈ ഫോർമുല മാസ് എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ട്സിൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ് ഫോർമുല മാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റൽ നോൺ മെറ്റൽസും കൂടി ചേർന്നിട്ടാണ് ഈ അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് NaCl എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് അയോൺസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് പോലെയാണ് ഇത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ ഫോർമുല മാസ് ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണേന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് കോമ്പൗണ്ട്സുകൾ തന്നിട്ടുണ്ട്. HCl, H2O, CO2. അപ്പോൾ ഇതിൻ്റെ അകത്ത് HCl എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഹൈഡ്രജനാണ് അവിടെ ഉള്ളത്? ഒരു ഹൈഡ്രജനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു ഹൈഡ്രജനാണ്. അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ ആ ഒരു ഹൈഡ്രജൻ ഒന്നേ ഉള്ളൂ, അതാണ് എഴുതേണ്ടത്. 1 ഇൻറ്റു എത്ര ആണ് ഈ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ്? അത് എത്രയാണ്? 1 ആണ്. അപ്പോൾ അത് ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത് സ്പെസിഫൈ ചെയ്ത് എഴുതാത്തത്. അപ്പോൾ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 തന്നെ. പ്ലസ് എത്രയാണ് ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. എത്ര ക്ലോറിനാണുള്ളത്? ഇവിടെ ഒരു ക്ലോറിനാണുള്ളൂ. ഒരു ക്ലോറിൻ ഉള്ളെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 1 + 35.5 എന്ന് പറയുമ്പോൾ 36.5U ആണ് HClൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് H2O എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എത്ര ഹൈഡ്രജനാണ് ഇവിടെ ഉള്ളത്? 2 ഹൈഡ്രജനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ H2Oയിൽ 2 അല്ലേ? 2 ഹൈഡ്രജനാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ അറ്റോമിക് മാസ് എത്രയാണ് ഹൈഡ്രജൻ്റെ? 1. അപ്പോൾ 2 × 1 പ്ലസ് ഇനി ഓക്സിജൻ ഇപ്പോൾ ഒരെണ്ണം ഉള്ളെങ്കിൽ നമ്മൾ അതിനെ ഇൻറ്റു 1 എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണല്ലോ. അപ്പോൾ ഈ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ഓൾറെഡി അറിയാം നമുക്ക് 16 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി 16 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 1 + 16 എന്ന് പറയുമ്പോഴത്തേക്കും 18U ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. അപ്പോൾ 12 × 1 12 തന്നെ. പിന്നെ ഓക്സിജൻ്റെ എത്രയാണ്? ഓക്സിജൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും 20 അല്ല, ഇത് 2 ഓക്സിജൻ ആണ്. അപ്പം 2 × 16. ഓക്കെ, അപ്പോൾ 2 × 16 എന്ന് പറയുമ്പോൾ 32. അപ്പോൾ 32 + 12 എന്ന് പറയുമ്പോൾ 44 ആണ് നമുക്കവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ അറ്റോമിക് മാസ് എന്ത് ചെയ്യണം? നന്നായി പഠിച്ചാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് അതേപോലെ തന്നെയാണ് PCl3 എന്ന് പറയുമ്പോഴത്തേക്കും ഫോസ്ഫറസിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ 31 ആണ്. ക്ലോറിൻ്റെ എന്ന് പറയുമ്പോൾ 35.5 ആണ്. എത്ര ക്ലോറിനാണുള്ളത്? 3 ക്ലോറിനാണുള്ളത്. അപ്പോൾ 3 × 35.5 + 31 എന്ന് പറയുമ്പോൾ 137.5U. ലൈക്വൈസ് H2SO4ൽ 2 ഹൈഡ്രജൻ, അതേപോലെ തന്നെ 1 സൾഫർ, പിന്നെ 4 ഓക്സിജൻ ആണ്. അപ്പോൾ 2 × 1 + 32 + 4 × 16 98U. അതേപോലെ തന്നെ ഗ്ലൂക്കോസ്, ചിലപ്പോൾ ഇത് ഗ്ലൂക്കോസിൻ്റെ ഫോർമുലയാണ് C6H12O6. ചിലപ്പോൾ ഗ്ലൂക്കോസ് ഈ ഒരു ഫോർമുല തരാണ്ട് വേണമെങ്കിൽ ചോദിക്കാം ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ C6H12O6 ആണ് ഗ്ലൂക്കോസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 3 കാർബൺ എന്ന് പറയുമ്പോൾ 6 × 12, 12 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 12 × 1 പ്ലസ് 6 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 6 × 16. അപ്പോൾ 180U ആയിരിക്കും കിട്ടുന്നത്.
ഇങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് മീഥേൻ ആണ് തന്നിട്ടുള്ളത്. അപ്പം മീഥേൻ നമുക്ക് ഓൾറെഡി അറിയാം കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ് 12 ആണ്. അപ്പോൾ 12. പക്ഷേ ഇതിൽ ടെക്സ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവർ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 എന്ന് പറയുന്നത് റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് ഈ 12 എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ 12.011 യു എന്നുള്ളതാണ്. അപ്പോൾ ആ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ എത്ര കാർബണാണുള്ളത്? ഒരു കാർബണാണുള്ളത്. അപ്പോൾ ഇൻറ്റു 1 അതവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4 ഹൈഡ്രജനാണുള്ളത് ഇൻറ്റു 1.008. നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 എന്നാണ്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് 1.008 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 16.043 യു എന്ന് കിട്ടും. അതേപോലെ തന്നെ വാട്ടറിനെ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 18.02 യു എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി എന്താണ് ഈ തന്നിട്ടുള്ള ഈ ഒരു അറ്റോമിക് മാസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഈ ഫോർമുല മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ഫോർമുല മാസ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഒരു ആകെയുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല മാസ് നമ്മൾ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ ആ ഒരു മാസ് കണ്ടുപിടിക്കാനും മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഈ കോവാലന്റ് കോമ്പൗണ്ട്സിൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ കാൽക്കുലേഷൻസിൻ്റെ മെത്തേഡ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഫോർമുല മാസ് ഓഫ് ദ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അറ്റോമിക് മാസ് ഓഫ് സോഡിയം പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. അതായത് നമുക്കറിയാം സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ആണ്. ക്ലോറിൻ്റെ ആണെങ്കിൽ 35.5 ആണ്. അപ്പോൾ നമുക്ക് 58.5 യു ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. NaCl നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇതെല്ലാം ഒരു ഒറ്റ നമ്പർ ഉള്ളതാണ്. അതായത് ഇവിടെ CaCl2 നമുക്കൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നോക്കാം. നമ്മൾ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ച പോലെ തന്നെ CaCl2 ആണെങ്കിൽ കാൽഷ്യത്തിൻ്റെ 40 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ Cl2ലേക്ക് വരുമ്പോൾ ക്ലോറിനിലേക്ക് വരുമ്പോൾ 2 ക്ലോറിൻ ഉണ്ട് അല്ലേ? അപ്പോൾ 2 × 35.5. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതെല്ലാം ചെയ്ത് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ആറ്റംസ് ഉണ്ട്? അപ്പോൾ അത് 6.022 × 10⁻23 ആണ്. ഇനി 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂളിൽ എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ട്? അത് 6.022 × 10⁻23. ഇതെങ്ങനെയാണ് എല്ലാം 6.022 × 10⁻23 ആവുന്നത്? അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇനി ഈ ഒരു വാല്യൂവിന് പറയുന്ന പേരെന്താണെന്ന് അറിയാലോ? ഇതിനെയാണ് നമ്മൾ അവഗാഡോ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 6.022 × 10⁻23 എന്ന് പറയുന്ന ഈ ഒരു അവഗാഡോ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 12 ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ കാർബൺ 12ൻ്റെ നമ്മൾ മാസ് ഡിറ്റർമൈൻ ചെയ്തത് ഈ മാസ് സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് നമ്മൾ കാർബൺ 12ൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് 1.992648 × 10⁻23 ഗ്രാം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് കാർബണിൽ 12 ഗ്രാം ഓഫ് കാർബൺ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതിനെ ആ 12 ഗ്രാം ഡിവൈഡഡ് ബൈ ഈ 1.992648 × 10⁻23 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അവഗാഡോ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇത് ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ മോളാർ മാസ് വന്നതെന്ന് പറയാം ആദ്യം തന്നെ. അതായത് നമുക്ക് റിലേറ്റീവ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കാർബണിൻ്റെ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് 12 AMU ആണ്. ഓക്സിജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 AMU ആണ്. നൈട്രജൻ്റെ ആണെങ്കിൽ 14 AMU ആണ്. ഇതിന് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ മോളാർ മാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കാണാനും ടച്ച് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. ഓക്സിജൻ ആറ്റത്തിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. നൈട്രജൻ്റെ ആണെങ്കിൽ 14 ഗ്രാം ആണ്. ഇനി ഒരു കാർബൺ ആറ്റത്തിൽ എത്ര
നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6.022 × 10⁻23 ആണ്. അത് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കി തരേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഡസൻ ഓഫ് പെൻസിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എത്ര പെൻസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്? 12 പെൻസിലായിരിക്കും. ഒരു ഡസൻ ഓഫ് എഗ്ഗ് ചോദിച്ചാലും 12 എഗ്ഗ് ആയിരിക്കും. ഒരു ഡസൻ ഓഫ് എനിത്തിങ്, എന്ത് സാധനം ചോദിച്ചാലും നമുക്ക് 12 എണ്ണം വെച്ചായിരിക്കും കിട്ടുന്നത്. അതേപോലെ ഉള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഒരു കാർബൺ ആറ്റം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എപ്പോഴും ഈ 6.022 × 10⁻23 ആറ്റംസ് ആയിരിക്കും അവിടെ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഡസനിൽ 12 പെൻസിൽ കിട്ടുന്നത് പോലെ ഒരു കാർബൺ ആറ്റത്തിൽ എപ്പോഴും നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഈ 12 കോൺസ്റ്റൻ്റ് ആയ പോലെ 6.023 × 10⁻23 ആയ അവഗാഡോ നമ്പർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓക്സിജൻ, ഒരു മോൾ ഓഫ് ഓക്സിജൻ ഞാൻ ചോദിക്കണേണ് നിങ്ങളോട്. അപ്പോൾ ഒരു മോൾ ഓഫ് ഓക്സിജനിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അവഗാഡോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു മോൾ ഓഫ് നൈട്രജനിൽ ഞാൻ എത്ര നമ്പർ ഓഫ് ആറ്റംസ് എന്ന് ചോദിച്ചാലും അവരുടെയും അവഗാഡോ നമ്പർ ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് ഒരു മോൾ ഓഫ് കാർബൺ ആറ്റത്തിൽ 12 ഗ്രാം ആയിരിക്കും അവിടുത്തെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്സിജൻ ആണെങ്കിൽ 16 ഗ്രാം ആയിരിക്കും, നൈട്രജൻ ആണെങ്കിൽ 14 ഗ്രാം ആയിരിക്കും. അതായത് ഈ കാർബണിൽ 12 ഗ്രാം ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു 6.023 × 10⁻23 എന്ന് പറയുന്ന വാല്യൂ നമ്മൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം കാർബൺ ആറ്റത്തിൻ്റെ 12 ഗ്രാം വേണം, എന്നാലാണ് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. അതായത് ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് നമ്മൾ മാസ് സ്പെക്ട്രോമീറ്റർ വഴി ഡിറ്റർമൈൻ ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് ഈ 1.992648 × 10⁻23 ഗ്രാം എന്ന് പറയുന്നത്. ഇതിന് 12 ഡിവൈഡഡ് ബൈ ആ മാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6.022 × 10⁻23 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ കാർബണിൻ്റെ മാസാണ്. അതേപോലെ തന്നെ നമുക്ക് ഓക്സിജനും ഈ മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചിട്ട് മാസ് കണ്ടുപിടിക്കുമ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ ഒരു വാല്യൂ എത്രയാണ്? അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കറിയാം ഈ ഓക്സിജൻ്റെ എത്രയാണ്? 16 ഗ്രാം അല്ലേ ഇതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ 16 ഗ്രാം ഡിവൈഡഡ് ബൈ ആ നമ്മൾക്ക് ഓക്സിജനിൽ മാസ് സ്പെക്ട്രോമീറ്റർ വഴി കിട്ടുന്ന ആ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു അവഗാഡോ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ ഏതൊരു ആറ്റംസ് എടുത്താലും, ഇപ്പോൾ കാർബൺ എടുത്താലും ഓക്സിജൻ എടുത്താലും നൈട്രജൻ എടുത്താലും അതിൽ ഈ ഒരു അവഗാഡോ നമ്പർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു അവഗാഡോ നമ്പർ കിട്ടണമെങ്കിൽ അവിടെ എന്തോരം ഗ്രാം ഓഫ് ഓക്സിജൻ വേണം? 16 ഗ്രാം വേണം. നൈട്രജൻ എന്തോരം വേണം? 14 ഗ്രാം വേണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദ മോളാർ മാസ് ഓഫ് എനി ആറ്റം ചോദിച്ചാലും അത് 6.023 × 10⁻23 ആറ്റം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചോദിക്കുന്നതാണ്, ഇനി അടുത്തൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 1 മോൾ ഓഫ് കാർബൺ ആറ്റത്തിൽ 12 ഗ്രാം ആണ്, അല്ലെങ്കിൽ 6.023 × 10⁻23 ആറ്റമാണ്. ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണിത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? 12 ഗ്രാം ആണ് അല്ലേ? മോളാർ മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് എന്താണ്? 12 ഗ്രാം ആണ്. അപ്പോൾ ഒരു മോൾ ഓഫ് കാർബണിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് ഈ അവഗാഡോ നമ്പറാണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ഗ്രാം ആണ്. അത് നമുക്കറിയാം. പക്ഷേ 2 മോൾ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 × അവഗാഡോ നമ്പർ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചോദിക്കുന്നതാണ്. ഇപ്പോൾ 1 മോൾ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവഗാഡോ നമ്പർ എഴുതാം. പക്ഷേ ഈ മോളിൻ്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 മോൾ 3 മോൾ അങ്ങനെയൊക്കെ വന്നെങ്കിൽ എത്ര മോളാണ് ഉള്ളത് ആ മോൾ × അവഗാഡോ നമ്പർ ചെയ്യണം. അത്രയും പാർട്ടിക്കിൾസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 മോൾ ആണെങ്കിൽ 2 × അവഗാഡോ നമ്പർ, 2 × അവഗാഡോ നമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ മാസിനും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 1 മോൾ ആണെങ്കിൽ അവിടെ 12 ഗ്രാം ആയിരിക്കും. 2 മോൾ ആണെങ്കിലോ 2 × 12 24 ഗ്രാം ആയിരിക്കും. 3 മോൾ ആണെങ്കിലോ 3 × 12 36 ഗ്രാം ആയിരിക്കും. അതനുസരിച്ചിട്ടും ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തണം. ഇവിടെ അങ്ങനെ ചെയ്തതാണ്. 3 × അവഗാഡോ നമ്പർ ചെയ്യുമ്പോഴാണ് ഈ ആൻസർ നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഈ
ഓക്സിജൻ്റെ കേസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്സിജനും നൈട്രജൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഓക്സിജൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഓക്സിജൻ ആറ്റം ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട്. ഇപ്പോൾ ഓക്സിജൻ ആറ്റം ആണെങ്കിൽ ഒരു ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 16 ഗ്രാം ആണ് അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോളിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് ഉണ്ടാവുന്നത്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. 2 മോളാണെങ്കിലോ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യുക. അതേപോലെ തന്നെ മാസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും? 16 ഇൻറ്റു 2 32. അതേപോലെ തന്നെ 3 മോളാണെങ്കിലോ അങ്ങനെ തന്നെ 16 ഇൻറ്റു 3 48. അത് ഓക്കെയാണ്. പക്ഷേ ഓക്സിജൻ മോളിക്യൂളിലേക്ക് വരുമ്പോഴത്തേക്കും ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പോൾ 2 ഓക്സിജൻ ആകുമ്പോൾ എന്താണ് ഇതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്? ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 16, ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ മാസ് 32 ആയിരിക്കും. 2 മോളാണെങ്കിലോ 2 ഇൻറ്റു 32 64 ആയിരിക്കും. 3 മോളാണെങ്കിലോ 3 ഇൻറ്റു 32 96. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട് ഈ മാസ് ഓഫ് ഓക്സിജൻ ആറ്റത്തിലും അതേപോലെ തന്നെ ഓക്സിജൻ മോളിക്യൂളിലും. ഇനി അതേപോലെ തന്നെയാണ് നൈട്രജൻ്റെ കേസും. അപ്പോൾ നൈട്രജൻ ആറ്റം ആണെങ്കിൽ ഒരു നൈട്രജൻ ഉള്ളൂ എങ്കിൽ മോളാർ മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 14 ആണ്. ഈ 2 നൈട്രജൻ ഉണ്ടെങ്കിൽ മോളാർ മാസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 മോൾ ഓഫ് നൈട്രജൻ ആണെങ്കിൽ അവിടുത്തെ മാസ് 14, പിന്നെ 2 മോളാണെങ്കിൽ 28 അങ്ങനെ വരും. പക്ഷേ ഇവിടെ മോളിക്യൂളിൻ്റെ കേസാണെങ്കിൽ മാസ് 28 പിന്നെ 56 അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് കാർബൺ ആറ്റത്തിൽ ഒരു മോൾ കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. മോളാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ഗ്രാം ആണ്. അപ്പോൾ ഓക്സിജൻ ആറ്റം ആണെങ്കിലും ഈ അവഗാഡ്രോ നമ്പർ തന്നെയാണ്, പക്ഷേ മോളാർ മാസ് 16 ആയിരിക്കും. മോളിക്യൂൾ ആണെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾ ആണെങ്കിൽ അവിടെ 32 ആയിരിക്കും. നൈട്രജൻ ആണെങ്കിലും അതേപോലെ തന്നെ, പക്ഷേ മോളാർ മാസ് 14ഉം അതേപോലെ തന്നെ നൈട്രജൻ മോളിക്യൂൾ ആണെങ്കിൽ മോളാർ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 28 ആയിരിക്കും എന്ന് ഓർക്കുക. ഇനി അടുത്തതാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ മാസ് എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ഒരു ചോക്ലേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 100 ഗ്രാം ഓഫ് ഡാർക്ക് ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കാം. ഈ 100 ഗ്രാം ഓഫ് ഡാർക്ക് ചോക്ലേറ്റിൽ എത്ര കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഓഫ് മിനറൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പോസിഷൻ, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, ഇതിൻ്റെയൊക്കെ കോമ്പോസിഷൻ ഔട്ട് ഓഫ് 100 ഗ്രാമിൽ എത്രയാണ്? അപ്പോൾ ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100%. ഈ 100%ൽ ഓരോന്ന് എന്തോരമുണ്ട് അത് അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഔട്ട് ഓഫ് 100 മോളിക്യൂൾ, ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് 100 മോളിക്യൂളിൽ എത്ര ഗ്രാം ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ബൈ മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ മാസ് ഇസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു 100. അതായത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ദ എച്ച് ആൻഡ് ഒ, അതായത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ വാട്ടർ. അപ്പോൾ വാട്ടറിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കോമ്പോസിഷൻ എത്രയാണെന്നാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടെ ചോക്ലേറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽ ഇതെന്തോരം ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചത്. അതിന് പകരം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ചോക്ലേറ്റിന് പകരം വാട്ടറാണ്. ഈ വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും എന്തോരം ഉണ്ടെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ നമ്മൾക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടറിനെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് എത്ര ഹൈഡ്രജൻ ആണുള്ളത്? 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ ആണുള്ളത്. അപ്പോൾ 2 ഇൻറ്റു 1 ആണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. പിന്നെ ഓക്സിജൻ്റെ 16 ഗ്രാം. ഓക്കെ, അപ്പോൾ
2 × 1 + 16 gram 18 gram ആണ്. 18 gram ആണ് നമ്മളുടെ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി അതിനെ ബേസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷനിലോട്ട് നോക്കുക. ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ എന്തോരമുണ്ട് നോക്കാം. അതായത് വാട്ടറിൽ ഈ ഹൈഡ്രജൻ എന്തോരമുണ്ട് നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാം, അറ്റോമിക് മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ വാട്ടറിൻ്റെ അറ്റോമിക് മാസ്, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ആറ്റംസ് എന്തോരമുണ്ട് ഹൈഡ്രജൻ വാട്ടറിൽ? 2 ഉണ്ട്. അപ്പോൾ 2. അപ്പോൾ 1 × 2 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് ആരുടെയാണ് എഴുതേണ്ടത്? ഈ വാട്ടറിൻ്റെ ആണ്. അപ്പോൾ 18. അതായത് ഈ വാട്ടറിൽ ഹൈഡ്രജൻ എന്തോരമുണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 × 2 / 18 × 100 ചെയ്യുമ്പോൾ നമുക്ക് 11.11% ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ഓക്സിജൻ എന്തോരമുണ്ട് വാട്ടറിൽ? അതാണ് അടുത്തത് നോക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. നമ്പർ ഓഫ് ആറ്റംസ് ഓക്സിജൻ എന്തോരമുണ്ട്? 1 ഡിവൈഡഡ് ബൈ 18 × 100 ചെയ്യുമ്പോൾ നമുക്ക് 88.88% ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ H2 നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ ഫോർമുല C6H12O6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 6 × 12 + 12 × 1 + 6 × 16, അപ്പോൾ 180 gram ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഗ്ലൂക്കോസിൽ കാർബൺ എന്തോരമുണ്ട്, ഹൈഡ്രജൻ എന്തോരമുണ്ട്, ഓക്സിജൻ എന്തോരമുണ്ട്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എത്രയാണ്? കാർബൺ എന്തോരമുണ്ടെന്നാണ്. അപ്പോൾ കാർബൺ എന്തോരമുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അറ്റോമിക് മാസ് എത്രയാണ് കാർബണിൻ്റെ? 12 ഇൻറ്റു എത്ര കാർബൺ ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്? 6 ആണുള്ളത്. ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 180 × 100 40% ഉണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രജൻ 1 × 12 / 180 × 100 6%. അടുത്തത് ഓക്സിജൻ 16 × 6 / 180 × 100 53.33% ആണ് ഉള്ളത്. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. CaOH ട്വൈസ്. ഇതിൻ്റെ അകത്ത് Ca കാൽഷ്യം, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ, ഇതിൻ്റെ ഒരു കോമ്പോസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ CaOH ട്വൈസിൻ്റെ ഫോർമുല മാസ്, ഇവിടെ നമ്മൾ ഫോർമുല മാസാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താണ്? ഈ CaOH ട്വൈസ് എന്ന് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇവിടുത്തെ ഫോർമുല മാസാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ Ca40. ഓക്കെ, ഡിവൈഡ് പ്ലസ് 2 × 16 + 2 × 1 40 + 32 + 2 74 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്, അല്ലേ? 74 gram ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ എത്രയാണ്? കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40 × 1/74 × 100 54. അതേപോലെ തന്നെ ഓക്സിജൻ 16 × 2, 2 ഓക്സിജനാണ് ഇവിടെ ഉള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? OH ട്വൈസ് ആണ്. ഈ 2 എന്ന് പറയുന്നത് ഓക്സിജനും ഹൈഡ്രജനും ബാധകമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എത്രയാണ്? 16 × 2/74 × 100 53.2%. ഇനി 1 × 2/74 × 100 2.7% ആയിരിക്കും കിട്ടുന്നത്. ലാസ്റ്റ് ഞാൻ സ്ലൈഡിൽ നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ എത്തനോളിൻ്റെ എങ്ങനെയാണ് മോളാർ മാസ് ഓഫ് എത്തനോൾ എന്ന് പറയുന്നത്? 2 × 12 എന്ന് പറയുന്നത് കാർബൺ. ഓക്കെ, 2 കാർബണാണ് ഉള്ളത്, അതുകൊണ്ട് 2 × 12 പ്ലസ് എത്രയാണ്? ഹൈഡ്രജൻ ഉള്ളത് 6 ഉണ്ട്. ഇവിടുത്തെ H ഉണ്ട്, പിന്നെ ഇവിടെ 5 ഹൈഡ്രജനുണ്ട്. അപ്പോൾ മൊത്തം 6 ഹൈഡ്രജനാണ്. അപ്പോൾ 6 × 1.008 പ്ലസ് എത്ര ഓക്സിജനാണുള്ളത്? ഒരു ഓക്സിജൻ, അപ്പോൾ 16. അപ്പോൾ അത് മോളാർ മാസ് എന്ന് പറയുന്നത് 46.068 gram നമുക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാർബണിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ കാർബണിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടുത്തെ കാർബണിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് 24 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 24.02 നമുക്ക് എങ്ങനെയാണ് ശരിക്കും കിട്ടുന്നത്? 2 × 12 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു 24 കിട്ടുന്നത്. കാരണം ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. അത് ഡിവൈഡഡ് ബൈ എത്രയാണ്? മോളാർ മാസ് ഓഫ് എത്തനോളാണ് താഴെ എഴുതിയിട്ടുള്ളത്, ഇൻറ്റു 100. അങ്ങനെയാണ് നമുക്ക് 52.14% കിട്ടുന്നത്. ലൈക്ക്വൈസ് നമ്മൾ ഹൈഡ്രജനും കണ്ടുപിടിക്കുന്നുണ്ട്. ഹൈഡ്രജൻ 6 ഉണ്ട്. അപ്പോൾ 1 × 6, അപ്പോൾ മോള് 6 കിട്ടി. അങ്ങനെ 13.13%. അതേപോലെ തന്നെ ഓക്സിജൻ 16/46.068 × 100 ചെയ്യുമ്പോൾ 34.73% നമുക്ക് കിട്ടുന്നു.